ഹായ് ഗായ്സ്, ഒരുപാട് സന്തോഷിച്ച കുറച്ച് ദിവസങ്ങൾ. അതാണ് ഈ വ്ലോഗിൻ്റെ പ്രത്യേകത. യെസ്, ടുഡേ ഈസ് ദി ഫസ്റ്റ് ഡേ ഓഫ് അവർ ട്രിപ്പ്. ഒരു കിഡിലും ഗുഡ് മോർണിംഗ് പറഞ്ഞ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നിട്ട് എന്താ പറയാഞ്ഞെന്ന് വെച്ചാൽ നല്ല പണി കിട്ടിയിരിക്കുകയായിരുന്നു. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു കടയിലാണ്. മെയ് 14 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഞങ്ങളുടെ ജേണി ഒരു 3 ദിവസത്തിനപ്പുറം മണാലിയിലാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ദ വെദർ, അത് അടിപൊളി, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല തണുത്ത കാറ്റും ഇളം വെയിലും തണുപ്പിന് പറയണ്ടല്ലോ, എല്ലാം കൂടി അടിപൊളിയായിരുന്നു. ചെറിയ കൗതുകം എനിക്ക് തോന്നിയൊരു ഫ്രെയിം കാണിക്കാം. തെരി മൂവിയിൽ ചെറിയ നൊസ്റ്റു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴേ വിചാരിച്ചതാണ് ഈ തണുപ്പത്ത് നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയണ പോലെയായിരുന്നു സംഭവം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സീനറി വൈബ് കിട്ടുന്ന പ്ലേസ് ആണെങ്കിലും ഇവിടെ അത്യാവശ്യം ഫുഡിനൊക്കെ എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ ആഗ്രഹവും ഒന്നാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പഴഞ്ചൊല്ലിവിടെ കറക്റ്റായില്ലേ. വെറുതെ പറയരുതല്ലോ, ആ ഒരു വൈബിൽ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഇച്ചിരി പട്ടിഷോ ആണെങ്കിലും നൂഡിൽസ് അങ്ങ് കഴിച്ചപ്പോൾ ഉള്ള ടേസ്റ്റ് എൻ്റെ മോനെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഭയങ്കര കൂളാണെങ്കിലും എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് കഴിക്കുമ്പോഴും ഇത്തരത്തിലുള്ള എക്സ്പ്രഷനും കുറേ ചർച്ചകളും. കാര്യം ഇന്നത്തെ ഷെഡ്യൂൾ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹഡിംബ ദേവി ടെമ്പിൾ. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കിട്ടുമെങ്കിലും ചെറിയൊരു ധാരണ ഞാൻ പറഞ്ഞുതരാം. മഹാഭാരതം എന്ന് കേട്ടിട്ടില്ലേ? ആ കഥയിലെ കഥാപാത്രത്തിലെ ഒരാളായ ഭീമന്റെ ഭാര്യ ഹിഡുംബി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ദേവദാരു വനത്താൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം 1553 മഹാരാജ ബഹദൂർ സിംഗ് ആണ് നിർമ്മിച്ചത്. ഇതിൻ്റെ തൊട്ടരികത്ത് ഒരു വലിയ പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ നിന്ന് ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വെള്ളം വരുന്ന വഴിയായത്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പുഴയുടെ അടുത്തേക്കാണ്. നിങ്ങൾക്ക് തൊട്ട് ബാക്കിൽ കാണാൻ പറ്റും ഞാൻ നേരത്തെ ഇരുന്ന ആ ഒരു കടയൊക്കെ അവിടെയായിരുന്നു. ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ മുഖം എന്തായിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു ഈ ഒരു സമയത്ത് ഇങ്ങനെ നടക്കാനായിട്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെയിലുണ്ട്, പക്ഷേ കിടിലൻ തണുപ്പുമുണ്ട്. ഞാൻ വെറുതെ ഒന്നും അല്ലാണ്ട് ഇത്ര എക്സ്പ്രഷൻ ഇടണേ, അത്രയും ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് മഞ്ഞ് കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണ് ഞാൻ. ബട്ട് ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഇവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ എത്രത്തോളം സന്തോഷം ഉണ്ടായി എന്നുള്ളത് എനിക്ക് ഇവൻ എന്തൊക്കെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. വെറുതെ പറയല്ല, ഈ ഒരു സീനറി കണ്ട് അത്രയും പീസ്ഫുള്ളായിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ അവിടെ നിന്നപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം അത് വേറെ തന്നെയായിരുന്നു. കുറേ ദൂരത്തിനപ്പുറം നിറയെ റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ എൻ്റെ തൊണ്ട വേദന നന്നായിട്ടങ്ങ് കൂടി. നാളെ ഇനി മഞ്ഞത്തൊക്കെ പോകാനുള്ളതുകൊണ്ട് അതിന് മുൻകരുതൽ എന്നോണം ഒരു ചായ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി തീരുമാനിച്ച് നല്ലൊരു ചായ പറഞ്ഞു. നേരത്തെ വന്ന കടയിൽ തന്നെയായിരുന്നു. പക്ഷെ സത്യം പറയാം, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയണ പോലെ ലവ് അറ്റ് ഫസ്റ്റ് സിപ്പ്. ഞാൻ ആ ചേച്ചിയുടെ ഫാനായി മോനെ. കാരണം നല്ല ഫ്ലേവറുള്ളൊരു ചായ ആയിരുന്നു. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, വെതറിൽ ചൂടോട് കൂടി കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരാശ്വാസം കിട്ടി. ഒന്ന് കിട്ടിയപ്പോൾ ഒന്ന് പോയിന്ന് വേണം പറയാൻ. അത് ഞാൻ അവസാനം പറയാം. ഡെസ്റ്റിനേഷൻ നമ്പർ 2 വശിഷ്ഠ ഹോട്ട് സ്പ്രിങ്സ്. ഇനി ഇതിൻ്റെ കഥ പറയാം. പുണ്യസ്നാനം ചെയ്യാൻ അനുവദിക്കുന്ന പ്രത്യേക സ്ഥലം. ഒന്നല്ല 3 പേർക്കായി സമർപ്പിച്ച ക്ഷേത്രങ്ങളാണ് നിങ്ങൾ കണ്ടത്. വശിഷ്ഠൻ, ശിവൻ, രാമൻ. മണാലിയിൽ നിന്ന് ബിയാസ് നദിക്ക് കുറുകെ 3 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് വശിഷ്ഠൻ. ടെമ്പിളിനോട് ചേർന്ന് തന്നെ നല്ലൊരു മാർക്കറ്റ് സ്പേസ് ഉണ്ട്. പക്ഷെ അത്ര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നമ്മളെവിടെ നിർത്തി? സൾഫർ കലർന്ന ചൂടുവെള്ള നീരുറവകൾക്ക് പേരുകേട്ട ഗ്രാമം. ഇവിടുത്തെ നീരുറവയിലെ വെള്ളത്തിന് മികച്ച രോഗശാന്തി ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന വിശ്വാസികൾ ഇവിടെ കുളിക്കും. അതിന് പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നടന്നു വരുമ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ കാണാം. ഇതൊരു വീട്ടിൽ സെറ്റ് ചെയ്തേക്കുന്ന. ഡെസ്റ്റിനേഷൻ 3 ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി. എനിക്ക് എന്താണെന്നറിയില്ല,
ഈ ബുദ്ധിസ്റ്റുകളോടും ജ്യൂസിനോടും ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അവരുടെ ചില ആചാരങ്ങൾ കൊണ്ടും അവരുപയോഗിക്കുന്ന വസ്തുക്കളും കണ്ടാൽ കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കി അങ്ങ് നിൽക്കും. ഇതാ ഇതുപോലെ ഇൻറ്റൻഷനലി ഒളിഞ്ഞു നോക്കണം എന്നൊരു തോന്നൽ കൊണ്ട് ഞാനിട്ട് ഊട്ടയല്ല, ഒളിഞ്ഞു നോക്കാൻ വേണ്ടി മാത്രം അവരിട്ട് വെച്ചേക്കുന്ന ഊട്ടയാണ്. അവരവിടെ പാട്ട് പ്രാക്ടീസോ അതോ പ്രാർത്ഥനയിലോ എന്തൊക്കെയായിരുന്നു. പിന്നെ അതെ എൻട്രൻസിൽ കയറുമ്പോൾ ഇതുപോലെ നിറയെ സ്റ്റോൺസ് കാണാം. രസമുണ്ട് കാണാൻ അല്ലേ. പിന്നെ അതിനേക്കാളും മനോഹരമാക്കുന്നത് ചുറ്റിനും ഒരുപാട് വെറൈറ്റി കളേഴ്സുള്ള റോസാപ്പൂക്കളാണ്. ഒരെണ്ണം പറിച്ചാൽ അറിയാൻ വിവരം, നല്ല ഫൈൻ കിട്ടും. ഞങ്ങൾ വന്ന ഈ സമയത്ത് ഒന്നില്ലെങ്കിൽ ഇവിടെ എന്തോ കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ എന്തോ വരാനുണ്ട്. അത് ഞാനെങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അതാ പന്തൽ ഒഴിഞ്ഞ പോലെ അല്ലെങ്കിൽ പന്തലിടാനുള്ള പോലെ സംഭവം കിടക്കുന്നുണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ മഞ്ഞിനെ നോക്കിയായിരുന്നു. നമ്മൾ ബാക്കി എല്ലായിടത്തും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, എന്നാൽ ഇവിടെയും കൂടിയും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആവാം അല്ലേ. 1960കളിൽ മണാലിയിൽ ആശ്വാസം തേടിയെത്തിയ ടിബറ്റൻ റെഫ്യൂജീസാണ് ഈ മൊണാസ്ട്രി നിർമ്മിച്ചത്. വെറും ഒരു ആരാധനാലയം മാത്രമല്ല ഇത്, അവരുടെ നിലനിൽക്കുന്ന ചൈതന്യത്തിനും ടിബറ്റൻ ബുദ്ധമത വാസ്തുവിദ്യയുടെ അതിശയിപ്പിക്കുന്ന ഒരു ഉദാഹരണവുമാണ് ഇത്. ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികളും അത്രയും അത്ഭുതത്തോടെ തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. മണാലിയിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്പേസിൽ നിന്ന്, പേര് ഞാൻ മറന്നുപോയി, കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലേക്ക് എത്താം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ടിക്കറ്റൊന്നുമില്ല, നമുക്ക് കാണാം, അവരുടെ ആരാധനാലയങ്ങളിൽ കയറാം. പക്ഷേ ക്യാമറ ഉള്ളിലേക്ക് അലൗഡ് അല്ല. അതൊക്കെ കണ്ട് തിരിച്ച് വരാം. വന്ന സ്ഥിതിക്ക് എല്ലാം കാണാണ്ട് പോണത് മോശമാണ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ബുദ്ധമതം എന്ന് പറയുമ്പോൾ ഒരു വേറെ തന്നെയല്ലേ. അങ്ങനെ അവരുടെ അവിടെ ഉണ്ടായിരുന്ന നേർച്ചയൊക്കെ കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബാക്കി എല്ലാവരുടെ വസ്ത്രവും എൻ്റെ വസ്ത്രവും ഡിഫറെൻ്റ് ആണല്ലോ എന്ന്. പറയാൻ മാത്രം തണുപ്പൊന്നുമില്ല, പക്ഷേ നമുക്ക് തണുപ്പ് പറ്റില്ല. അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കറ്റ് സ്പേസിലേക്കാണ് നമ്മൾ തിരികെ എത്തിയത്. വേറെ ഒന്നിനല്ല, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ബാർഗെയിൻ ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. സ്വീറ്റ്സ് ആണെങ്കിലും അവിടുത്തെ പ്രത്യേക ഫുഡാണെങ്കിലും നമുക്ക് കഴിക്കാം. എൻ്റെ പർച്ചേസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഉടുപ്പിലൂടെയാണ്. ഇത് ഞാൻ സുട്ടുവിന് പ്രത്യേകം എടുത്തതാണ്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇത് അവരവരുടെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഫുഡാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ ഒരു കാര്യം പറയാനുള്ളത്, നോർത്ത് ഇന്ത്യൻസിനേക്കാളും നിങ്ങൾ ടിബറ്റൻസിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ നിങ്ങളോട് സഹകരിക്കും പർച്ചേസ് ചെയ്യാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ് റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഹഡിംബ ടെമ്പിളിൽ പോകാനായിട്ട് നമുക്ക് പറ്റിയില്ല. അവിടെ മെയ് മാസത്തിൽ ഉത്സവം നടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് പറ്റിയില്ല. ആ ഒരു വിഷമം തീർക്കാനായിട്ട് ഞങ്ങൾ നൈറ്റ് വാക്കിന് ഇറങ്ങി. എനിക്കറിയാം പല്ല് മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ എന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ കാണാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം അവിടുത്തെ സിറ്റിയിൽ എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയയിലായിരുന്നു നമ്മുടെ സ്റ്റേ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയുടെ ഒപ്പമാണ് ഞാൻ നൈറ്റ് വാക്കിന് ഇറങ്ങിയത്. അവരുടെ ഒപ്പം തന്നെ ബൈ പറയാണ്.